وانفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم. والقلتان بالوزن. അവിടെ അന്നലെ വെച്ച് ഫലൂക്കാനൽ മാഉ കസീറൻ എന്ന് പറഞ്ഞതിന് കുല്ലത്തൈനി അക്സറ എന്ന് പറഞ്ഞ് അവിടെ ഓതിപ്പോന്നു. ഇനി ഏതാണ് ഈ കുല്ലത്താനി? രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം സാങ്കേതികമായി കുറഞ്ഞത് എന്ന് പറയും. രണ്ട് കുല്ലത്തോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സാങ്കേതികമായി അധികരിച്ചത് എന്നും പറയും. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ രണ്ട് കുല്ലത്ത് പറയുന്നത്. അപ്പൊ അത് എത്രയാണ്? അത് തിരിയണല്ലോ. ശരിക്ക് കുല്ലത്ത് എന്ന് പറയുന്നത് ഹജർ എന്ന് പറയുന്ന പ്രദേശത്തിലുള്ള ഒരു പ്രത്യേക തരം പാത്രമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സിമന്റ് കൊണ്ട് നിർമ്മിക്കുന്ന ചാടി എന്നോ അതുപോലെ തന്നെ ബിടാവ് എന്നോ ഒക്കെ പറയുന്ന ഒരു തരം പാത്രമുണ്ട്. അങ്ങനത്തെ ഒരു പാത്രമാണ് കുല്ലത്ത്. കുല്ലത്ത് വലുതും ചെറുതും ഉണ്ട്. അതിൽ ഹജർ പ്രദേശത്ത് നിർമ്മിക്കപ്പെടുന്ന വലിയ കുല്ലത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് കുല്ലത്തിൽ കൊള്ളുന്ന വെള്ളത്തിനാണ് അധികരിച്ചത് എന്ന് പറയും. രണ്ട് മർഹല എന്ന് പറഞ്ഞല്ലോ, ദൂരം പറയുന്നിടത്ത് രണ്ട് മർഹല എന്ന് പറയും. രണ്ട് മർഹല എന്ന് പറഞ്ഞാൽ സാധാരണ ഭാരം വഹിച്ച യാത്രാ ഒട്ടകങ്ങൾ സാധാരണഗതിയിലുള്ള വിശ്രമവും മറ്റും കഴിഞ്ഞ് ഒരു ദിവസം നടക്കുന്ന ദൂരത്തിന് ഒരു മർഹല എന്ന് പറയും. അങ്ങനെ 2 ദിവസം സഞ്ചരിക്കാൻ ആവശ്യമായ ദൂരത്തിനാണ് 2 മർഹല എന്ന് പറയുന്നത്. എന്നതുപോലെ ഒരു കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹജർ പ്രദേശത്ത് നിർമ്മിക്കപ്പെടുന്ന ഈ തൂൽപാത്രങ്ങളിൽപ്പെട്ട ഒരു വലിയ പാത്രമുണ്ട്. ആ പാത്രത്തിൽ കൊള്ളുന്നതിനാണ് ഒരു കുല്ലത്ത് എന്ന് പറയുക. അങ്ങനത്തെ 2 പാത്രം നിറയെയുള്ള വെള്ളത്തിനാണ് 2 കുല്ലത്ത് എന്ന് പറയുക. എന്നാൽ നമുക്കത് മനസ്സിലാണല്ലോ, നമ്മൾ ഹജറും കണ്ടിട്ടില്ല, ഹജറിലെ കുല്ലത്തും കണ്ടിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി എന്താണ് എത്ര ഉണ്ടാവും ഈ 2 കുല്ലത്ത് എന്ന് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു കുല്ലത്താനി 2 കുല്ലത്ത് വെള്ളം ബിൽ വസിനി തൂക്കം കൊണ്ട് കണക്കാക്കുമ്പോൾ 2 കുല്ലത്ത് എന്ന് പറയുന്ന അളവാണ്. പക്ഷെ ആ അളവിന്റെ തൂക്കം പറഞ്ഞാൽ എത്ര തൂക്കം വരും? 500 റിത്ലിൻ ബഗ്ദാദിയിൻ. അബ്ബാസി ഖലീഫമാരുടെ കാലത്ത് ബഗ്ദാദിൽ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ച തൂക്കമാവുന്ന റാത്തൽ, ആ ബഗ്ദാദി റാത്തൽ അനുസരിച്ച് 500 റാത്തൽ വരും തക്രീബൻ. ഈ 2 കുല്ലത്ത് എന്നത് ഏകദേശം 500 ബഗ്ദാദി റാത്തലാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വേണമെന്നില്ല. ഒരു റാത്തലൊക്കെ ഏറി കുറഞ്ഞൊക്കെ നിൽക്കും. അതിപ്പോ നമുക്ക് തിരിഞ്ഞിട്ട് വരാം, നമുക്ക് തിരിയുന്നിടത്തേക്ക് വരാം. അപ്പോ ആ പഴയ കാലത്ത് അബ്ബാസി ഖലീഫമാരുടെ സ്വർണ കാലഘട്ടം എന്ന് പറയുന്ന ബഗ്ദാദ് തലസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന കാലത്ത് നിലവിൽ വന്ന അളവും തൂക്കവും ഒക്കെയാണ് ഇസ്ലാമിൽ പിൽക്കാലത്ത് ആധികാരിക അളവും തൂക്കവുമായിട്ട് കണക്കുകൂട്ടുന്നത്. അപ്പൊ അന്നുള്ള റാത്തൽ പ്രകാരം 500 റാത്തൽ ഏകദേശം വരും 2 മർഹലക്ക്, അല്ല 2 കുല്ലത്തിന്. എന്നാൽ വബിൽ മിസാഹത്തി കോലളവുണ്ട് എത്ര വരും? ഫിൽ മുറബ്ബായി സമചതുരത്തിലുള്ള ഒരു പാത്രത്തിൽ അളവ് പോലുകൊണ്ട് കണക്കാക്കുകയാണെങ്കിൽ ദിറാഉൻ വറുബുൻ തൂലൻ, 1.25 മുഴം നീളവും വഅർളൻ 1.25 മുഴം അകലവും വഉംഖൻ 1.25 മുഴം ആഴവും. അപ്പൊ ആഴത്തിലും അകലത്തിലും ദീർഘത്തിലും 1.25 മുഴം വരുന്ന ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുന്ന വെള്ളമാണ് 2 കുല്ലത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒന്നുകൂടി മനസ്സിലായി. 1.25 മുഴം എന്ത് മുഴം? ബിദ്റാരിയതിൽ മുഴത്തതില, ഒരു മിതമായ മനുഷ്യ കൈകൊണ്ട് അളന്നാൽ, വളരെ
ചെറിയ നീളമില്ലാത്ത കയ്യുമല്ല, വളരെ നീളം കൂടിയ കൈയുമല്ല. ഒരു മിതമായ മനുഷ്യ കൈകൊണ്ട് അളന്നാൽ 1.25 മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിനാണ് 2 കുല്ലത്ത് എന്ന് പറയുന്നത്. അപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ. അതൊന്ന് മനസ്സിലായല്ലോ. 1.25 മുഴം സമചതുരത്തിലുള്ള ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുന്ന വെള്ളം. ഇനി കിണർ പോലെ റൗണ്ടായിട്ടുള്ള ഫിൽ മുദവ്വരി വട്ടത്തിലുള്ള കിണർ പോലത്തതിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പാത്രം ഇപ്പോ സാധാരണ നമ്മളെ ഇതുണ്ടല്ലോ, എന്താണ് ക്യാനുകളൊക്കെ, ഡ്രമ്മുകളൊക്കെ, അതൊക്കെ ഇങ്ങനെ വട്ടത്തിലാണല്ലോ ഉണ്ടാകുക. അങ്ങനത്തെ പാത്രമാണെങ്കിൽ മിൻ സായിരിൽ ജവാനിബി ബിദറായില്ലാദബി, ചുറ്റുഭാഗത്ത് നിന്നും 1 മുഴം അതോടുകൂടി മുക്കൻ ബിദറായി നജ്ജാർ, ആശാരിക്കോലിന് 2 മുഴം എന്ന് പറഞ്ഞാൽ ആശാരിക്കോലിന് 2 കോല് ആഴമുള്ള മനുഷ്യ കൈക്ക് 1 മുഴം ചുറ്റളവ് വരുന്ന ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഇതിന്റെ ആശാരിക്കോലും അല്ലാത്ത മുഴവും തമ്മിൽ വ്യത്യാസം എന്താണ്? ഒവ്വ. ഈ ആശാരിക്കോല് എന്നത് 1.25 മുഴം വരും. അപ്പൊ 2 ആശാരിക്കോല് എന്ന് പറയുമ്പോ 3 മുഴം അല്ല 2.5 മുഴം വരും. 1.25 2.5 മുഴം വരും. ഇപ്പൊ ചുരുക്കി അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞമ്മക്ക് മനസ്സിലാകാൻ എളുപ്പം അതൊന്നുമല്ല. ഇന്നത്തെ ലിറ്റർ കണക്കിന് കൂട്ടുമ്പോ 190 ചില്ലാനം നേരെ 190 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഈ 2 കുല്ലത്ത് എന്ന് പറയുന്നത് ഉണ്ടാവും. ഇന്നത്തെ ലിറ്റർ കണക്കിന് കൂട്ടിയാൽ അപ്പൊ 200 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിൽ 2 കുല്ലത്തും ഏകദേശം 9 ലിറ്റർ വെള്ളം അധികവും ഉണ്ടാവും 200 ലിറ്റർ ഉള്ള ഒരു പാത്രത്തിൽ. അതപ്പോ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. 200 ലിറ്റർ കൊള്ളുന്ന ഈ ക്യാനുകളൊക്കെ ധാരാളം കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ക്യാൻ നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ 2 കുല്ലത്തിൽ അധികമുണ്ട് എന്ന് വരും. കാരണം എന്താ, 190 അര ഉണ്ടായാൽ തന്നെ ഈ 500 റാത്തൽ എന്ന് പറയുന്ന വെള്ളമാവും. അപ്പൊ നമുക്ക് എളുപ്പം നല്ലത് ഒരു 200 കഷ്ടിച്ച് 200 ലിറ്റർ കൊള്ളുന്ന അല്ലെങ്കിൽ 191 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളുന്ന വെള്ളമാണ് 2 കുല്ലത്ത് എന്ന് പറയുന്നത്. അതിനാണ് ഇപ്പൊ ഷറയിൽ അധികരിച്ചത് എന്ന് പറയുന്നത്. അതിൽ കീപ്പോട്ടായാൽ കുറഞ്ഞത് എന്ന് പറയും. അപ്പൊ 185 ലിറ്ററേ ഉള്ളൂ, എന്നാൽ അത് കുറഞ്ഞത് എന്ന് പറയും. 195 ലിറ്റർ ഉണ്ട്, എന്നാ അധികരിച്ചതെന്ന് ഉറപ്പായി. എന്നാൽ 190 ആണെങ്കിൽ ഏകദേശം, എന്നാ 191 ആയാൽ പൂർണ്ണമായും 2 കുല്ലത്ത് വരും ലിറ്റർ കണക്കിന്. അതാണല്ലോ ഇപ്പൊ നമുക്ക് വേഗം മനസ്സിലാകുന്ന കണക്ക്. ഇനി ഇപ്പൊ അധികരിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത് അളവ് തികച്ചുള്ള വെള്ളം എന്നും, കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ 2 കുല്ലത്ത് തികയാത്ത വെള്ളം എന്നുമാണെന്ന് പറഞ്ഞല്ലോ. ഇനി അത് തമ്മിൽ ഒരുപാട് നിയമപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അധികരിച്ച വെള്ളമാണെങ്കിൽ അതിന്റെ നിയമം ഒന്ന് വേറെ, കുറഞ്ഞ വെള്ളമാണെങ്കിൽ അതിന്റെ നിയമം ഒന്ന് വേറെയാണല്ലോ. അതാ പറയുന്നത്. എന്നാൽ വലാ തൻജുസു കുല്ലത്താമായിൻ, വെള്ളത്തിൽ നിന്ന് 2 കുല്ലത്ത് വെള്ളം നജസാവൂല. 2 കുല്ലത്ത് തികഞ്ഞ വെള്ളം നജസാവൂല. 2 കുല്ലത്ത് തികഞ്ഞത് എന്ന് പറയും. എന്തുകൊണ്ട് എന്ന് പിന്നെ പറയും. അതിന്റെ ഇടയ്ക്ക് പറയുന്നത് 2 കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞ പോലെ ഇഹ്തിമാലൻ, 2 കുല്ലത്താണെന്ന് 100% ഉറപ്പ് വേണമെന്നില്ല. ആദ്യം ഏകദേശം 2 തുമ്മി ധാരണ ഉണ്ട് മതി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കുറയാനും സാധ്യതയുണ്ട്, അല്ല തികയാനും സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഈ 2 കുല്ലത്ത് എന്നത് സാധ്യതയാണ്, 100% ഉറപ്പല്ല. ഉദാഹരണം 190 ലിറ്റർ കുറച്ചെന്തോ കൂടുതലുണ്ട്, അപ്പം 2 കൊല്ലത്ത് തികഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എത്തിമാൽ എന്ന് പറഞ്ഞൊരു രൂപം.
ശുക്ക ഫീമായിൻ, ഒരു വെള്ളത്തെ സംബന്ധിച്ച് സംശയിക്കപ്പെടുന്നു. എന്താ സംശയിക്കപ്പെടുന്നത്? ആ ബലഹുമ, ഇത് ഈ വെള്ളം 2 കൊല്ലത്ത് തികഞ്ഞോ അംല, ഇല്ലയോ എന്ന് സംശയം. എന്നാൽ അവിടെ 2 സാധ്യത നിലനിൽക്കുന്നു. തികഞ്ഞിരിക്കാനും തികയാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അവിടെ 2 കൊല്ലത്ത് തികഞ്ഞു എന്നത് ഒരു സാധ്യതയാണ്. അങ്ങനെ എഹ്തിമാല് നിലയ്ക്ക് 2 കൊല്ലത്താണെങ്കിലും ആ വെള്ളം നജസാവുകയില്ല. എന്തുകൊണ്ട് ഇനിയും പറയാൻ വരുന്നേ ഉള്ളൂ. ഇൻ തയക്കരത്ത് ഖില്ലത്തുഹു ഖബ്ലു, ഇപ്പോ 2 കൊല്ലത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. മുമ്പ് ഈ വെള്ളം 2 കൊല്ലത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അതായത് ഇപ്പൊ ഉദാഹരണം, നമ്മൾ കൃത്യമായി വെള്ളം അളന്നു നോക്കി 185 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. ഈ ഒഴിച്ച വെള്ളം എത്ര ലിറ്റർ ഉണ്ടെന്ന് കൃത്യം പറയാൻ കഴിയില്ല. ഒരു 5 or 6 ലിറ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ കുറച്ചൊക്കെ കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒഴിച്ച വെള്ളത്തോടു കൂടി 191 ലിറ്റർ തികഞ്ഞോ ഇല്ലേ? തികഞ്ഞിരിക്കാം, തികയാതിരിക്കാം. അപ്പൊ നേരത്തെ 185 ലിറ്ററേ ഉള്ളൂ എന്ന് ഉറപ്പാ. നേരത്തെ 2 കൊല്ലത്ത് തികഞ്ഞിട്ടില്ല, ഖലീലാണെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും പിന്നീട് അതിലേക്ക് വെള്ളം കുറച്ച് വന്ന് ചേർന്നപ്പോ 2 തികഞ്ഞു എന്നുള്ള വന്ന് വന്നു. എന്നാൽ അവിടെയും 2 കൊല്ലത്തിന്റെ വിധിയാണ്. ഇങ്ങനെയുള്ള 2 കൊല്ലത്ത് തികഞ്ഞ വെള്ളം നജസാകൂല. എന്തുകൊണ്ട് നജസാവൂല? വരാതഞ്ചുസു എന്ന് പറഞ്ഞോടത്തേക്ക് തൽക്കയറ്റ്. എന്തുകൊണ്ട് നജസാവൂല? ബി മുലാഖാത്തി നജസിൻ, നജസ് വെള്ളത്തിൽ ചേരൽ കൊണ്ട് മാത്രം 2 കൊല്ലത്ത് തികഞ്ഞ വെള്ളം നജസാവുകയില്ല. അപ്പൊ 2 കൊല്ലത്ത് എന്ന് പറയുന്ന അധികരിച്ച വെള്ളത്തിൽ നജസ് ചേർന്നു എന്നതുകൊണ്ട് മാത്രം വെള്ളം നജസാണെന്ന് വിധി വരൂല. എപ്പം വരൂല? മാലം യതഗയ്യർ, ആ വെള്ളം പകർച്ചയാകത്തോടത്തോളം കാലം ബിഹി, ആ നജസ് കൊണ്ട്. ഈ നജസ് കൊണ്ട് വെള്ളത്തിന് പകർച്ച വന്നാൽ അതിന് എത്ര ലിറ്റർ ഉണ്ടെങ്കിലും വെള്ളം നജസാവും. അത് കുറഞ്ഞ പകർച്ചയാണെങ്കിലും നജസാവും എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ ഓതിയത് തൊഹൂറായ വെള്ളത്തിൽ താഹിറായ വല്ല വസ്തുവും കലർന്നിട്ട് പകർച്ച വന്നാൽ കുറഞ്ഞ പകർച്ചയാണെങ്കിൽ കുഴപ്പമില്ല. അധികരിച്ച് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പകർച്ച ഉണ്ടെങ്കിലേ വെള്ളം തൊഹൂറല്ലാതെ വരുള്ളൂ എന്ന് പറഞ്ഞു. അത് താഹിറായ സാധനം കലർന്നിടത്തുള്ള വിഷയമാണ്. ഇവിടെ പറയുന്നത് നമ്മൾ നജസ് കലർന്നിടത്തുള്ള വിഷയമാണ്. തൊഹൂറായ വെള്ളത്തിൽ 2 കൊല്ലത്ത് തികഞ്ഞ വെള്ളത്തിൽ നജസായി. ഈ നജസ് ആയതുകൊണ്ട് മാത്രം വെള്ളം നജസാന്ന് വിധിക്കൂല. എപ്പോ? ഈ നജസ് കൊണ്ട് ഈ വെള്ളം പകർച്ച വന്നിട്ടില്ലെങ്കിൽ അതിന്റെ നിറത്തിനോ വാസനക്കോ രുചിക്കോ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം ഇപ്പൊ ഒരു 200 ലിറ്റർ വെള്ളമുള്ളതിലേക്ക് ഒരു തുള്ളി ചോരയോ അല്ലെങ്കിൽ ഒരു തുള്ളി മൂത്രമോ പോലത്തെ നജസ് അതിലേക്ക് ആയിപ്പോയി. ഇപ്പൊ ഈ 200 ലിറ്റർ വെള്ളത്തിൽ ഒരു തുള്ളി മൂത്രം അല്ലെങ്കിൽ ഒരു തുള്ളി രക്തം പോലത്തെ നജസ്സുകളായാൽ അതുകൊണ്ട് വെള്ളത്തിന് നിറമാറ്റം വരൂല, രുചിമാറ്റം വരൂല, വാസന മാറ്റം വരൂല. ഇങ്ങനെ മാറ്റം വരാത്തിടത്തോളം ഈ നജസായി എന്നതുകൊണ്ട് വെള്ളം നജസായി എന്ന് വിധി വരൂല 2 കൊല്ലത്തുണ്ടെങ്കിൽ. സംഗതി വൈനിസ്തുഹുലിക്കത്തിൻ നജാസത്തു ഫീഹി, ആ വെള്ളത്തിൽ നജസ് അങ്ങോട്ട് ലയിച്ചു ചേർന്ന് അലാക്കായി പോയി എന്ന് പറഞ്ഞാൽ അതിൽ വേറിച്ച് കാണാത്ത നിലക്ക് വെള്ളവും അതുമായിട്ട് ഒന്നിച്ചാട് കലർന്ന് ചേർന്നു. എന്നാലും അല്ലാതെ വെള്ളം നോക്കി വേറെയും നജസ് വേറെയും കാണുന്നുണ്ടെങ്കിലും രണ്ടായാലും അതിനാ മുബാലകത്തിട്ടിട്ട് പറഞ്ഞു. അതായത് 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിന് വീണ നജസ്, ഈ നജസിന് 2 അവസ്ഥ വരാം. ഒന്ന്, നജസ് അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഒരു നജസായ മലം, ഉദാഹരണം പറയാ, ഒരൽപ്പം മലം, അതല്ലെങ്കിൽ ഒരൽപ്പം നജസായ പുരാതന ശവത്തിന്റെ മാംസം, ഇങ്ങനെന്തോ സാധനം അതിൽ വീണു. ഇപ്പൊ അവിടെ നോക്കിയാൽ കാണുന്നുണ്ട് വെള്ളത്തിന് പകർച്ചയൊന്നുമില്ല, എന്നാലും വെള്ളം നജസാവൂല. ഇനി അതവിടെ കാണാനില്ല. ഇപ്പൊ ഈ വീണ രക്തം അല്ലെങ്കിൽ മൂത്രം അതൊക്കെ അതിക്ക് വീഴലോട് കൂടി തന്നെ കലർന്ന് വെള്ളത്തിൽ കലങ്ങിപ്പോയല്ലോ. ഇനി അതെല്ലാം ഒരല്പം മലം ആ വെള്ളത്തിൽ വീണിരുന്നു.
അതും ഇപ്പൊ കലങ്ങിയിട്ട് വെള്ളത്തിൽ ചേർന്നുപോയി. എന്നാലും ഈ വെള്ളം നജസാണെന്ന് വിധിക്കൂല. അല്ലാതെ അവിടെ കാണാൻ തന്നെ ഉണ്ട്, എന്നാലും വെള്ളം നജസാണെന്ന് വിധിക്കൂല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് വൈനുസ്തുഹിനിക്കത്തിൻ നജാസത്ത് ഫീ മുബാലകത്തിട്ട് പറഞ്ഞത്. ഈ നജസ് അതിൽ കലങ്ങിച്ചേരട്ടെ, കലങ്ങിച്ചേരാതെ അത് വേറെ തടിയായി തന്നെ അവിടെ നിലനിൽക്കട്ടെ. രണ്ടായാലും ഈ വീണ നജസ് കൊണ്ട് വെള്ളത്തിന്റെ വാസനക്കോ നിറത്തിനോ രുചിക്കോ യാതൊരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് 2 കൊല്ലത്ത് തികഞ്ഞ വെള്ളം നജസ്സെന്ന് വിധി വരൂല. അപ്പോ ഇവിടെ നജസ് കലർന്നു പോയതുകൊണ്ട്, കലരാതെ അവിടെ തടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ. അവിടെ നോക്കുക, വരാജിബു തബാഉദു, അകലൽ വിദൂരത്താകൽ നിർബന്ധമാവൂല. മിൻ നജസിൻ, നജസിൽ നിന്നിട്ടും ദൂരത്താകൽ ഫീമായിൻ കസീരിൻ, ഇങ്ങനെ 2 കൊല്ലത്ത് തികഞ്ഞ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു കിണറ്റില് അല്ലെങ്കിൽ കുളത്തില് അല്ലെങ്കിൽ 200 അതിൽ കൂടുതലോ ഒക്കെ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു പാത്രത്തിലുള്ള വെള്ളം, ഈ വെള്ളത്തിൽ ഒരു നജസ് വീണു. നജസ് അതിൽ അരിഞ്ഞു ചേർന്നിട്ടില്ല, തടിയായിട്ട് അവിടെ നിൽക്കുകയാണ്, പകർച്ച വന്നിട്ടില്ല വെള്ളത്തിന്. എന്നാൽ ആ വെള്ളം ദുഹൂറാണെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഈ കിടക്കുന്ന നജസിന്റെ അടുത്തുനിന്ന് വെള്ളം കോരുന്നതുകൊണ്ടും കുഴപ്പമില്ല, വിട്ടുനിന്ന് കോരുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഈ അടുത്തുനിന്ന് കോരാൻ പാടില്ല, കാരണം നജസിന്റെ അടുത്തുള്ള വെള്ളമാണല്ലോ എന്നൊരു നിയമമൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് ദൂരത്താകൽ നിർബന്ധമില്ല എന്നാൽ വിട്ടുനിന്ന് കോരിക്കോളാം, അതിന്റെ അടുത്തുനിന്ന് കോരരുത് എന്ന് നിയമമില്ല. കാരണം എന്താ, വെള്ളം ദുഹൂറാണെന്ന വിധി, അത് നജസാണെന്ന് വിധി വന്നിട്ടില്ല. അത് നജസാണെന്ന് വിധി വരാത്തിടത്തോളം കാലം നജസിന്റെ തടി നിൽക്കുന്നതിന് തൊട്ടടുത്തുനിന്ന് വെള്ളം കോരിയാലും ദൂരത്തുനിന്ന് കോരിയാലും ഒക്കെ ഒരു വിധിയാണ്, വെള്ളത്തിന് നജസ് നോക്കുമില്ല. ഇനി മറ്റൊരു വിഷയം പറയാം, ഏകദേശം ഇതുപോലെ തന്നെ. വനൂബാല, ഒരാൾ മൂത്രമൊഴിച്ചു. എവിടെ മൂത്രമൊഴിച്ചത്? ഫിൽ ബാഹിരി മസനൻ, ഒരു പുഴയിൽ. മസലൻ എന്ന് പറഞ്ഞാൽ പുഴ നെയ്ക്കോളന്നില്ല, വലിയൊരു കുളത്തിൽ അതിന് പറ്റും. ഇപ്പൊ കുളിക്കുന്ന വലിയ കുളമുണ്ട്, അതിലിപ്പോ 1000കണക്കിന് അല്ലെങ്കിൽ 100കണക്കിന് കൊല്ലത്ത് വെള്ളം ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തിൽ മൂത്രമൊഴിച്ചു. ഈ മൂത്രം വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ചപ്പോ ഫർത്തഫാത്ത് മിൻഹു, ആ വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു റൗവത്തു, നര, പത എന്ന് പറയും. മൂത്രം ഇങ്ങനെ ശക്തിയായിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരച്ചു പൊങ്ങുമല്ലോ വെള്ളം, ഇങ്ങനെ നര പൊന്തി. എന്നാൽ ഫഹിയ, ഈ പൊന്തി വരുന്ന നരകൾ നജസത്തുൻ, അത് നജസാണെന്നാണ് വിധി. എപ്പോ? ഇൻ തഹഖഖ, ഉറപ്പുണ്ടെങ്കിൽ. ഇപ്പൊ എങ്ങനെ ഉറപ്പുണ്ടായാലും എനിക്ക് പറയാൻ പറ്റൂല. ഇയാള് എന്തോ മഞ്ഞപ്പിത്തം പിടിച്ച ആളാണ്, അതല്ലെങ്കിൽ മറ്റേ ബി കോംപ്ലക്സിന്റെ ഗുളിക കുടിച്ച ആളാണ്, എന്നാ പിന്നെ മഞ്ഞ നിറം ഉണ്ടാവും. അങ്ങനെ മൂത്രമൊഴിച്ച് നോക്കുമ്പോ ഈ പൊന്തി വരുന്ന നിരക്ക് ആ മഞ്ഞ നിറം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പാണല്ലോ. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ, എന്തുറപ്പുണ്ടെങ്കിൽ അന്നഹാമിൻ ഐനി നജാസ, ഈ പൊന്തി വരുന്ന നര നജസിന്റെ തടിയാണ്, അതായത് മൂത്രം തന്നെയാണ് ഈ നരച്ചു വരുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ നര നജസാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഉറപ്പ് വരാൻ സാധ്യതയൊന്നുമില്ല. ഇപ്പൊ ഞാനീ പറഞ്ഞേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഉദാഹരണം, മഞ്ഞപ്പിത്തം വന്ന ആളെ മൂത്രത്തിന് കടും മഞ്ഞ നിറം ഉണ്ടാവും. അതുപോലെ തന്നെ പനി പിടിച്ച ആളുടെ മൂത്രത്തിന് കുറച്ച് ചുവപ്പ് നിറം ഉണ്ടാവും. അതുപോലെ തന്നെ ചില മരുന്ന് കഴിച്ചാൽ അതിൽപ്പെട്ടതാണ് സാധാരണ ബി കോംപ്ലക്സിന്റെ ഗുളിക. ആ ഗുളിക മഞ്ഞ നിറത്തിൽ, അത് കുടിച്ചാൽ ആ മൂത്രത്തിന് വാസനയും നിറമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നിറം വ്യക്തമായി അല്ലെങ്കിൽ വാസന വ്യക്തമായി കാണുന്ന മൂത്രം വെള്ളത്തിക്ക് ഈ കുളത്തില് അതുപോലത്തെ തോട്ടില് പുഴയില് പോലത്തേക്ക് മൂത്രം ഒഴിച്ചപ്പം ഈ നിറത്തോടു കൂടി നര പൊന്തി. അപ്പൊ നമുക്ക് ഉറപ്പാണ് ഈ പൊന്തി വരുന്ന നര മൂത്രത്തിന്റെ തന്നെയാണ് എങ്കിൽ അത് നജസാണ്, ആ നര നജസാണ്. അതല്ല ഔ മിനൽ മുതഗയ്യിരി അഹദു ഔസാഫിഹി ബിഹാ, ഈ നജാസത്ത് കൊണ്ട് മണമോ രുചിയോ വാസനയോ മാറിയതായിട്ട് വരുന്നതാണ് എന്നോ ഉറപ്പുണ്ടെങ്കിൽ, നേരെ മൂത്രം തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിലും നജസാണ്, മൂത്രം തന്നെയാണെന്ന് ഉറപ്പില്ലെങ്കിലും മൂത്രം കൊണ്ട് നിറം മാറിയ അല്ലെങ്കിൽ വാസന മാറിയ രുചി മാറിയതാണ് ഈ നര പൊന്തുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പൊന്തി വരുന്ന നര നജസാണ്. വെള്ളം ബാക്കിയുള്ളതൊക്കെ തോയറാണ്, കാരണം അതിന് മാത്രം തോനുള്ള വെള്ളമാണല്ലോ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ തുഹൂറാണ്. ഈ വരുന്ന നര നജസാണോ?
മൂത്രം തന്നെയാണെന്ന് ഉറപ്പുണ്ട് നജസാണ്, അല്ലെങ്കിൽ മൂത്രം കൊണ്ട് നിറമോ മണോനോ രുചിയോ മാറിക്കൊണ്ടുള്ളതാണ് ഈ നര വരുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നജസാണ്. ഇല്ല, ഈ രണ്ടാലൊരു ഉറപ്പില്ലെങ്കിൽ നജസ് അയിനും നജസ് തന്നെയാണെന്നോ അയിനും നജസ് കൊണ്ട് മൂന്നാലൊരു ഗുണം വ്യത്യാസപ്പെട്ട മുത്തയ്യറാണ് നോ ഉറപ്പില്ലെങ്കിലോ ഫല ഈ നര നജസാണെന്ന് വിധിയില്ല. അപ്പൊ അധികരിച്ച വെള്ളത്തിൽ നജസ് വീഴുന്നത് കൊണ്ട് വെള്ളം നജസാവൂല. പക്ഷെ അയിനും നജസ് തന്നെയാണല്ലോ. ആ നിലക്ക് പൊന്തി വരുന്ന നര അയിനും നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നജസാണെന്ന് വരും. അതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം നജസാവൂല, വേറെ വിഷയം. അതുപോലെ തന്നെ നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെട്ടാൽ എത്ര അധികരിച്ച വെള്ളമാണെങ്കിലും നജസാണെന്ന് വിധി വരും. അപ്പൊ ഈ മൂത്രത്തിന്റെ കലർന്ന് മൂന്നാലൊരു ഗുണവ്യത്യാസം വന്ന വരെയാണ് പൊന്തുന്നത് എന്നുറപ്പുണ്ടെങ്കിൽ അപ്പൊ പകർച്ച വന്ന വെള്ളം എന്നല്ലേ, ആ നിലക്ക് വരുമ്പോൾ നജസാവും. ബാക്കിയുള്ളതിന് കുഴപ്പമില്ല. ഇനി മൂത്രമൊഴിച്ചതിന്റെ കേസാ. ഇനി വേറെ അങ്ങനെയല്ല. വരൂത്തുരിഹത്ത് ഫീഹി, ഈ ബഹർ പോലത്തെ അധികരിച്ച വെള്ളമുള്ളതിലേക്ക് ഇടപെട്ടാൽ ബഹറത്തുൻ, ഒരു ഉണക്ക കാഷ്ടം, ഉണങ്ങിയ പത ചാണകോ അല്ലെങ്കിൽ മനുഷ്യനെ കാഷ്ടിച്ചതൊക്കെ ആയിട്ട് നല്ലോണം ഉണങ്ങിയെന്ന് പ്രശ്നമില്ല. ആ ഉണങ്ങിയ ചാണകം അതല്ലെങ്കിൽ കാഷ്ടം പോലെയുള്ളത് ഇടപെട്ടു, വെള്ളത്തിലേക്ക് അത് ഒലിച്ചെറിഞ്ഞു. മിൻ അജലി തുറഹി, ഈ വലിച്ചെറിഞ്ഞത് കാരണം വന്ന് വീണു ഖത്രത്തുൻ, ഒരു തുള്ളി വെള്ളം, അലാശയിൻ, ഏതെങ്കിലും ഒരു വസ്തുവിന് മേൽ ശരീരത്തിലോ വസ്ത്രത്തിലോ വന്ന് വീണാൽ ലം തുനജ്ജിസ്ഹു, ആ തെറിച്ചു വന്ന വെള്ളം ഈ വസ്ത്രത്തെ അല്ലെങ്കിൽ ഈ വസ്തുവിനെ നജസാക്കൂല. ഒരു വസ്തുവിന്റെ മേൽ പറയാം, എന്തിന്റെ മേലും ആകാം, ദേഹത്തിലാകാം, വസ്ത്രത്തിലാകാം, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്താകും, ഒക്കെ ആകും. ഇപ്പോ ഉണങ്ങിയ ഒരു കാഷ്ടം അല്ലെങ്കിൽ ഒരു ചാണകക്കട്ട പോലത്തത് വെള്ളത്തിലേക്ക് ശക്തിയായി വലിച്ചെറിഞ്ഞു. ഈ ഏറാണ് കൊണ്ടപ്പം വെള്ളത്തിൽ നിന്നിട്ട് ഒരു തുള്ളി തെറിച്ചു വന്നാൽ ആ തെറിച്ചു വന്ന വെള്ളം നജസാണെന്ന് വിധിയില്ല. അതുകൊണ്ട് അത് വന്ന് വീഴുന്ന ശരീരത്തിലോ വസ്ത്രത്തിലോ നിലത്തോ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നജസായതായിട്ട് വിധിയില്ല. ഇതൊക്കെ ഇപ്പൊ അധികരിച്ച വെള്ളത്തെ പറ്റി പറഞ്ഞോർത്ത 2 കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ളോടത്തുള്ള മസലയാണ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ വയൻജുസു ഖലീലുൽ മായി, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാവും. കുറഞ്ഞ വെള്ളം ആ വാക്ക്, അതായത് ഓഹുവ മാദൂന കുല്ലത്തെയും, ഈ കുറഞ്ഞത് എന്ന് പറയുന്നത് 2 കുല്ലത്തിൽ താഴെയുള്ളത്. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാവും. എപ്പോ നജസാവും? ഹൈസു ലം യകുൻ വാരിദൻ, വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നതാണെങ്കിൽ ഒലിച്ച് എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു പാത്രത്തിൽ നിന്നിട്ടോ പൈപ്പിൽ നിന്നിട്ടോ ഇങ്ങനെ കീപ്പൊട്ട് എന്താക്കുകയാണ്, ഒലിച്ചിരിയാണ്. എന്നാ അതിനൊരു വിധി വേറെയാണ്. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാകും. എന്തുകൊണ്ട് നജസാവും? ബിവുസൂലി നജസിൻ, നജസ് ചേരൽ കൊണ്ട് ഇലേഹി, ആ വെള്ളത്തിലേക്ക് നജസാട് ചേർന്നാൽ തന്നെ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസായിത്തീരും. എങ്ങനത്തെ നജസ്? യുറാബിൽ ബസുരിൽ മുഅ്തദിലി, ഒരു മിതമായ കാഴ്ചയുള്ള കണ്ണുകൊണ്ട് കാണപ്പെടാൻ മാത്രമുള്ള നജസ്. കാഴ്ച കുറഞ്ഞ വയസ്സന്മാരായ എന്നെ പോലത്തെ ആളുകൾക്ക് കാണണമെങ്കിൽ കുറച്ച് തോന വേണം, അതും കണക്ക് കൂട്ടൂല. വലിയ മൂർച്ചുള്ള കണ്ണുകളുണ്ടാവും, എത്ര ചെറുതാണെങ്കിലും കാണുന്ന, അവരതും പരിഗണിക്കുന്നില്ല. ഒരു മിതമായ, വളരെ കുറവുമല്ല വളരെ കൂടുതലുമല്ലാത്ത മിതമായ കാഴ്ചയുള്ള ഒരാൾ നോക്കിയാൽ കാണാൻ എത്ര കുറച്ച് മതിയോ അത്രയും നജസായാൽ തന്നെ 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസായിത്തീരും. അതേ സമയത്ത് അവിടെ പ്രത്യേകം പറഞ്ഞു ഹൈസുലം യകുൻ വാരിദൻ എന്ന്. അതാണ് നമ്മൾ സാധാരണ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ നജസായ വസ്ത്രം അലക്കാനൊക്കെ അലക്ക് മെഷീനിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ സാധാരണ മസല പറയുന്ന. അതായത് വെള്ളം അലക്ക് മെഷീനിലേക്ക് ആദ്യം പമ്പ് ചെയ്ത് നിറച്ചതിന് ശേഷം നജസ് കലർന്ന വസ്ത്രം ആ വെള്ളത്തിലേക്ക് അങ്ങോട്ടിടാൻ പാടില്ല. അങ്ങോട്ടിട്ടാൽ വെള്ളത്തിലേക്ക് ഈ നജസായ സാധനം വീഴലോടുകൂടി തന്നെ അലക്ക് മെഷീനിലെ വെള്ളം 2 കുല്ലത്തുണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? ഒരു 10-15 ലിറ്റർ വെള്ളമല്ലേ ഇത് ഉപയോഗപ്പെടുന്നുള്ളൂ. 200 ലിറ്ററിന്റെ അടുത്ത് 190 ലിറ്റർ ചില്ലറ വേണമല്ലോ. അപ്പൊ ഈ അരക്ക് മെഷീനിൽ ആദ്യം വെള്ളം നിറച്ചിട്ട് നജസ് കലർന്ന വസ്ത്രങ്ങൾ അതിലിടാൻ പാടില്ല.
പിന്നെന്ത് വേണം? ആദ്യം നജസ് കലർന്ന ഈ വസ്ത്രം, അതിന്റെ തടിയുള്ളതല്ല, ഉദാഹരണം മൂത്രമായതോ മറ്റൊക്കെയാണ്, അത് ആദ്യം അലക്ക് മെഷീനിൽ ഇടുക, എന്നിട്ട് അതിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക എന്നത്. അതാണ് ഹൈസുലമ്മക്കുൻ വാരിതെന്നത്. വെള്ളം അതിലേക്ക് ഇങ്ങോട്ട് വന്നു വീഴുകയാണെങ്കിൽ ഈ വെള്ളം ആമിലാണ്, പ്രവർത്തിക്കുന്നതാണ്, നജസ് മാമൂലാണ്. അപ്പം നജസിനെ നീക്കാൻ അതിന് കഴിയും. അതേ സമയത്ത് വെള്ളം അവിടെ ഉണ്ടാവുകയും ആ വെള്ളത്തിലേക്ക് നജസായ വസ്ത്രം ഇങ്ങോട്ട് വന്നു വീഴുകയും ചെയ്താൽ ഇവിടെ ആമിലാവുന്നത് മുത്തനജിസാണ്, അത് വെള്ളത്തെ നജസാക്കി തീർക്കും എന്ന് സാധാരണ നമ്മൾ മസാല ചോദിക്കുമ്പോൾ പറയുന്നത് ഈ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൈസുലം യക്കുൻ വാരിദൻ എന്നവിടെ പ്രത്യേകം പറഞ്ഞ്, വാരിദാവുമ്പോ ആമിലാണ്, അതാണ് അതിന്റെ കാരണം. നജസിലേക്ക് വെള്ളം ഇങ്ങോട്ട് വന്നു വീഴുമ്പോൾ ഈ മുത്തനജിസായ വസ്തു മാമൂലാണ്, വെള്ളം ആമിലാണ്. ആമിലിനൊരു കുവ്വത്തുണ്ട്, ആ കുവ്വത്ത് കൊണ്ട് നജസിനെ അത് ഇല്ലായ്മ ചെയ്യും. അതേസമയത്ത് വെള്ളം ആദ്യം നിറച്ചു, ആ വെള്ളത്തിലേക്ക് മുത്തനജിസായ വസ്ത്രം ഇടുമ്പോൾ ഇവിടെ ആമിലാവുന്നത് ഈ മുത്തനജിസായ വസ്ത്രമാണ്, മാമൂലാവുന്നത് വെള്ളമാണ്. അപ്പൊ വെള്ളത്തെ അത് നജസാക്കി മാറ്റും. എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും നജസ് വീണത് കൊണ്ട് തന്നെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാവും എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇതിന് ഒഴിവുള്ള ചില നജസുകളുണ്ട്. വൈറു മഅഫൂവിൻ അൻഹു ഫിൽ മായി, വെള്ളത്തിൽ അഫൂ ചെയ്യപ്പെടാത്ത നജസാണെങ്കിൽ അത് നമ്മൾ ഖുലാസ ഓതിയോർത്ത് നജസിനെ വളരെ വ്യക്തമായി വേർതിരിച്ച് പറഞ്ഞിരുന്നു. അതായത് നിസ്കാരത്തിൽ അഫൂ ചെയ്യപ്പെടുന്നത്, ശരീരത്തിനും വസ്ത്രത്തിനും അഫൂ ചെയ്യപ്പെടുന്നത്, സ്ഥലത്തിൽ അഫൂ ചെയ്യപ്പെടുന്നത്, ഭക്ഷണത്തിൽ അഫൂ ചെയ്യപ്പെടുന്നത്, വെള്ളത്തിൽ അഫൂ ചെയ്യപ്പെടുന്നത്, അങ്ങനെ വേർതിരിച്ച്. അങ്ങനെ വെള്ളത്തിൽ അഫൂ ചെയ്യപ്പെടുന്ന ചില നജസുകളുണ്ട്. ആ നജസ് കൊണ്ട് വെള്ളം നജസാവില്ല, വെള്ളം പകർച്ചയെങ്കിലേ നജസാവുള്ളൂ. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ തന്നെ വെള്ളത്തിൽ അഫൂ ചെയ്യപ്പെടുന്ന നജസായാൽ അതുകൊണ്ട് വെള്ളം പകർച്ചയാവുകയില്ല. അതാണ് വൈറു മഅഫൂവിൻ അൻഹു ഫിൽ മായി എന്ന് പ്രത്യേകം പറയാൻ കാരണം. അഫു ചെയ്യപ്പെടുന്ന നജസ് വിവിധ രീതിയിലാണ്. നിസ്കാരത്തിൽ അഫു ചെയ്യപ്പെടുന്നത്, ശരീരത്തിലുള്ളത്, വസ്ത്രത്തിലുള്ളത്, ഭക്ഷണത്തിലുള്ളത്, ഇങ്ങനെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ വെള്ളത്തിൽ അഫു ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞതാണെങ്കിൽ അത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന അത്ര വെള്ളത്തിലായാലും വെള്ളം നജസാണെന്ന് വിധിച്ചു. ആണെങ്കിലും അതുപോലെ തന്നെ ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, കൊതു, മൂട്ട പോലെയുള്ളവയുടെ രക്തമാണ് വസ്ത്രത്തിലോ ശരീരത്തിലോ അധികരിച്ചുണ്ടെങ്കിലും അഫു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂട്ടന്റെ ചോര, ചെള്ള്, കൊതു എന്നിവയുടെ ചോര, സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് ഒലിച്ച ചോര, അന്യ ചോരയാണെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞത് ഒക്കെ നിസ്കാരത്തിൽ അഫു ഉണ്ട്. പക്ഷേ ഇതൊന്നും ഏതിൽ അഫു ഇല്ല? വെള്ളത്തിൽ അഫു ഇല്ല. അപ്പൊ വെള്ളത്തിൽ അഫുവില്ലാത്ത രക്തം കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന അത്ര രക്തം നമ്മൾ ഒതുവെടുക്കാൻ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിരുന്നു, ആ വെള്ളത്തിലേക്കായാൽ വെള്ളം നജസാവും. അവിടെ നിറവും മണവും രുചി ഒന്നും പകർച്ചയായിക്കൊള്ളണം എന്നില്ല. എന്നാൽ വെള്ളത്തിൽ അഫു ചെയ്യപ്പെടുന്ന ചില വസ്തുക്കളുണ്ട്. ഉദാഹരണം, വെള്ളത്തിൽ തന്നെ ജനിച്ച് വളരുന്ന ജീവികളുടെ ശവം അവയുടെ കാഷ്ടം പോലത്തത്. ഉദാഹരണം, മത്സ്യം. ഒരു മത്സ്യം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ മത്സ്യം ചത്തു, വെള്ളത്തിന് പകർച്ചയൊന്നും വന്നിട്ടില്ല. എന്നാ ആ ചത്ത മത്സ്യം എടുത്തിട്ടാൽ മതി, വെള്ളത്തിന് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഈ ഇംഗ്ലീഷ് മീൻ എന്ന് പറയുന്ന തിലാപ്പിയ എന്ന് പറയുന്ന ഒരു മീനുണ്ടല്ലോ, ആ മീന് സാധാരണ ഹൗദിൽ ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഹൗദിൽ ഇറ്റകൾ കാഷ്ടിച്ച് ധാരാളം നോക്കിയാൽ കാണാനുണ്ടാവും, വെള്ളത്തിന് പകർച്ചയൊന്നും വന്നിട്ടുണ്ടാവില്ല. അതിപ്പോ കാഷ്ടാണ്, നജസ് തന്നെയാണ്. പക്ഷെ വെള്ളത്തിൽ ജനിച്ചു വളരുന്ന ജീവിയാണ് മത്സ്യം എന്നതുകൊണ്ട് ആ മത്സ്യത്തിന് കാഷ്ടമായ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസായില്ലെന്ന് വിധിക്കുന്നില്ല. പകർച്ച വന്നാൽ മാത്രമേ നജസാവുള്ളൂ. അപ്പൊ വെള്ളത്തിൽ അഫു ചെയ്യപ്പെടാത്ത കണ്ണുകൊണ്ട്, മിതമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും നജസ് ചേർന്നാൽ തന്നെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാവും. അവിടെ ഇത് വേണമെന്നില്ല, പകർച്ച വന്നോളണം എന്നില്ല. ഇനി വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേരൽ കൊണ്ട് നജസാവും. വെള്ളമല്ലാത്ത മറ്റു വസ്തുക്കളും നജസ് ചേരൽ കൊണ്ട് തന്നെ നജസാവും. ഇവിടെ വയൻജുസു ഖലീലുൽ മായി ബിവുസൂലി നജസിൻ ഇലൈഹി എന്ന് പറഞ്ഞിടത്ത് നജസ് ചേരൽ കൊണ്ട് തന്നെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാവും. കവൈരിഹി, വെള്ളമല്ലാത്തതുപോലെ തന്നെയാണ് വെള്ളമല്ലാത്ത മിൻറുതുബിൻ വമായിൻ, നനവുള്ളതും നീരായ
ഇതുമായ വസ്തുക്കള്, ഉദാഹരണം ഒരു 250 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1000 ലിറ്റർ കഞ്ഞി വെച്ചുണ്ട്, അല്ലെങ്കിൽ പായസം ഉണ്ട് 500 ലിറ്റർ. ഈ പായസത്തിലേക്ക് അല്ലെങ്കിൽ ഈ കഞ്ഞിയിലേക്ക് അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയിലേക്ക് എന്തായി? കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന അത്രയും നജസ്സായാൽ ആ നജസ് കൊണ്ട്, അഫു ചെയ്യപ്പെടാത്ത നജസ്സാണെങ്കിൽ ആ നജസ് കൊണ്ട് ഈ സാധനമൊക്കെ മുത്തനജിസാവും. അപ്പൊ അത് 2 കൊല്ലത്തൊന്നും അല്ലല്ലോ. 500 ലിറ്ററുള്ള വെളിച്ചെണ്ണ, അവിടെ ലിറ്റർ നോട്ടല്ല, വെള്ളത്തിന് മാത്രമുള്ള ഹുക്കുമാണ്. 2 കൊല്ലത്തായാൽ പിന്നെ പകർച്ച വേണം, 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ പകർച്ചയില്ലെങ്കിലും നജസാവും എന്ന് പറയുന്ന ഒരു വേർതിരിവ് വെള്ളത്തിന് മാത്രം ബാധക. വെള്ളമല്ലാത്ത നനവുള്ളതും അതുപോലെ തന്നെ നീരായതുമായ പദാർത്ഥങ്ങൾ, വെള്ളമല്ലാത്ത പദാർത്ഥങ്ങളൊക്കെ നജസ് ചേർന്നാൽ തന്നെ മുത്തനജിസം. അവിടെ നിറം, മണം, രുചി എന്നിവ പകർച്ച വന്നുകൊള്ളണം എന്നില്ല. എന്നാൽ ഭക്ഷണത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്ന ചില നജസ്, ഈ വെള്ളമല്ലാത്ത നീരായതും നനവുള്ളതുമായ വസ്തുക്കൾ എത്ര കൂടുതലുണ്ടെങ്കിലും അവിടെ കുല്ലത്തൊന്നും പ്രശ്നമില്ല. കുല്ലത്തിൽ താഴെയാണെങ്കിലും കുല്ലത്തിൽ കൂടുതലുണ്ടെങ്കിലും ഒക്കെ വെള്ളം നജസ് ചേരൽ കൊണ്ട് തന്നെ നജസാവും. അപ്പൊ അതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് വെള്ളമാണ്, മറ്റൊന്ന് മറ്റു പദാർത്ഥങ്ങളാണ്. വെള്ളത്തിന് നജസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രകൃതിപരമായി തന്നെ ഒരു കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 കൊല്ലത്ത് എന്ന അധികരിച്ചത് വരുമ്പോൾ പകർച്ച വന്നെങ്കിൽ മാത്രമേ നജസാവൂ, ഇല്ലെങ്കിൽ നജസാവില്ല എന്നുള്ള ഒരു പ്രത്യേകത വെള്ളത്തിന്റെ പ്രത്യേകത. വെള്ളമല്ലാത്ത നീരായ മറ്റ് സാധനങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഉദാഹരണത്തിന് 500 ലിറ്റർ ചായ ഉണ്ടാക്കി, അതിൽ പഞ്ചസാരയും പാലും പൊടിയും ഒക്കെ ഇട്ട് എല്ലാം റെഡിയായിരുന്നു. അതിക്കാണ് ഒരു പൂച്ചവാത്യം. പൂച്ചവാത്യം എന്ന് പറഞ്ഞാൽ 500 ലിറ്റർ ചായക്ക് ഒരു പൂച്ചവാത്യം എത്ര ഉണ്ടാവുക? ഏതാനും മില്ലി മാത്രമേ ഇടാം. പറഞ്ഞിട്ട് അറിയില്ല വെള്ളം നെസ്. ഈ ചായ ആകെ നെസ്സായി. അല്ലെങ്കിൽ 1000 ലിറ്റർ കഞ്ഞി വെച്ചിരുന്നു, സാധുക്കൊക്കെ വാട് എത്തിൻകുട്ടിയൊക്കെ മറ്റൊക്കെ കൊടുക്കുക, അവർക്ക് പോയി. ആ കഞ്ഞിക്കാണ് ഒരു പൂച്ച മൂത്രമൊഴിച്ച്. എന്നാൽ ആ മൂത്രമൊഴിച്ചതോടുകൂടി ആ കഞ്ഞി മുഴുവനും നജസായി. അതാണ് വൈകസുറ. അവിടെ 2 കൊല്ലത്ത് അതിൽ താഴെയുള്ളത് അതിന്റെ മേലുള്ളത് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആ വ്യത്യാസം വെള്ളത്തിന് മാത്രമാണ്. എന്നാൽ നജസ് ചേരൽ കൊണ്ട് തന്നെ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം പ്രത്യേകം വെള്ളത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നജസാണെങ്കിൽ കണ്ണുകൊണ്ട് കാണാവുന്ന അത്ര ചേർന്നാൽ തന്നെ നജസാവും എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതിന് ചില ഒഴിവുണ്ട്. ലാ ബിവുസൂലി മൈത്തത്തിൻ ലാ ദമ ലിജിൻസിഹാ സായിലുൻ ഇൻദ ശഖ്ഖി ഉളൂഇ മിൻഹാ. ഒരു ജീവി ആ വർഗത്തിന് അതിന്റെ ഒരു അവയവം കീറുകയോ മുറിക്കുകയോ ചെയ്താൽ ഒലിച്ചു വരുന്ന ചോരയില്ലാത്ത തരത്തിലുള്ള ജീവികൾ, അങ്ങനെയുള്ള ജീവികളുടെ ശവം വീഴൽ കൊണ്ട് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിലും നജസാവുകയില്ല. മനസ്സിലായില്ലേ? ലാബിവസൂലി മൈത്തത്തിൻ, ഒരു ശവം ചേരൽ കൊണ്ടിട്ട് എന്താവൂല? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം അതുപോലുള്ളത് നജസാവൂല. ബിവസൂലി മൈത്തത്തിൻ ലാദമലി ജിൻസിയാസായിലുൻ, അതിന്റെ ജിൻസിന് ഒലിക്കുന്ന ചോരയില്ല. ഈ വസ്തുവിനുണ്ടോന്നല്ല നോട്ടം. ഉദാഹരണം, ഒരു ഈച്ചങ്ങട്ട് വലുതായിട്ട് വലിയൊരു ഈച്ചയാണ്, അതിന്റെ ഒരു കാര്യം അങ്ങോട്ട് മുറിച്ചു നോക്കുമ്പോൾ അതിൽക്കൂടെ ചോര അങ്ങോട്ട് ഒലിച്ചു. എന്നാൽ ഈ ഈച്ച ചത്ത് വെള്ളത്തിൽ വീണാൽ അതുകൊണ്ട് വെള്ളം നജസാവില്ല. കാരണം എന്താ? പൊതുവെ ഈച്ചയുടെ സ്വഭാവം, ഈച്ചയുടെ ചിറകോ അല്ലെങ്കിൽ അതിന്റെ കാലോ പോലത്തെ ഏതെങ്കിലും ഒരു അവയവങ്ങൾ മുറിച്ചു നോക്കുകയോ കീറിയൊക്കെയോ ചെയ്ത് അതിൽക്കൂടെ ചോര ഒലിക്കാൻ മാത്രം ഉണ്ടാവില്ല. മൂട്ട, കൊതു, ചെള്ള് പോലെയുള്ള ജീവികൾ, അതിനൊക്കെ കുറേശ്ശെ ചോര ഉണ്ടാവും. ഒരു അവയവങ്ങൾ മുറിച്ചു നോക്കിയാൽ ഒലിക്കുന്ന ചോര ആ വർഗത്തിലില്ല. ഈ വീണ സാധനത്തിനുണ്ടോ ഇല്ലേ എന്നല്ല നോട്ടെ, അതിന്റെ വർഗത്തിനാ. അപ്പൊ ഒരു വസ്തുവിന്റെ വർഗത്തിന് അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവം കീറുകയോ മുറിക്കുകയോ ചെയ്താൽ ഒലിച്ചു വരുന്ന തരത്തിലുള്ള ചോരയില്ലാത്ത ജീവികളുടെ ശവം, ആ ശവം വീണാൽ അതുകൊണ്ട് വെള്ളത്തിന് പകർച്ച വന്നിട്ടില്ലെങ്കിൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിലും സൗര. ഇതുപോലെയൊക്കെ അക്രബിൻ, തേള് പോലെ, വസറിൻ, പല്ലി പോലെ, അല്പം വലിയ സാധനം തന്നെയാണല്ലോ. പോയി തേളിന്റെ ഏതെങ്കിലും കയ്യോ കാലോ ഒടിച്ചു നോക്കി, അല്ലെങ്കിൽ പല്ലിന്റെ വാലോ കാലോ മുറിച്ചു നോക്കി, അതിൽക്കൂടെ ചോര ഒലിച്ചു വരൂല, പൊടിഞ്ഞു നിന്ന് വരും.
അങ്ങനത്തെ ശവം, പല്ലിന്റെ ശവം അല്ലെങ്കിൽ തേളിന്റെ ശവം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ വീണാൽ ആ വീണത് കൊണ്ട് വെള്ളം നജസാണെന്ന് വിധിക്കൂല. പക്ഷെ എപ്പോഴും വെച്ചില്ല സ്വാപത്തുഹു, ഈ നജസ് ചേർന്ന വസ്തു അതുകൊണ്ട് നിറം മാറുകയോ വാസന മാറുകയോ രുചി മാറുകയോ ചെയ്താൽ ഒഴിച്ച്, അങ്ങനെ മാറിയാൽ ഒരു വ്യത്യാസം കുറഞ്ഞ മാറ്റാണെങ്കിലും ഫഹീനൈനിഞ്ചുസു, അങ്ങനെ വരുമ്പോ മാത്രമേ നജസാവൂ. അപ്പൊ ഒലിക്കുന്ന രക്തമില്ലാത്ത തരത്തിൽപ്പെട്ട ജീവികളുടെ ശവമാണ് ഈ 2 കൊല്ലത്തിൽ താഴെയുള്ള വസ്തുവിലോ മറ്റോ ചേർന്നത് എങ്കിൽ അതുകൊണ്ട് ഈ വസ്തുവിന് നിറംമാറ്റം അല്ലെങ്കിൽ വാസന മാറ്റം അല്ലെങ്കിൽ രുചിമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നജസാവുള്ളൂ. അതൊന്നും വന്നിട്ടില്ലെങ്കിൽ നജസായിക്കൊണ്ട് വിധിക്കൂല. എന്നാ പിന്നെ പല്ലി തേള് പോലത്തതിന്റെ ശവം വീണാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസാവൂല എന്ന് പറഞ്ഞല്ലോ. എന്നല്ല സൊർത്താനുൻ വമിസ്ദഉൻ, തവള ഞണ്ട് പോലത്തത് ഇതിൽ പെടൂല. ഏതിൽ പെടൂല? ഈ നജസാവൂല എന്ന് പറഞ്ഞാൽ പെടൂല. അപ്പൊ എന്താവും? അതുകൊണ്ട് നജസാവൂന്ന് എന്ന് പറഞ്ഞാൽ ഞണ്ട് 2 സ്ഥലത്തും ജീവിക്കുന്ന ജീവിയാ. വെള്ളത്തിലും അത് ജീവിക്കും, കരയിലും അത് ജീവിക്കും. അതുപോലെ തന്നെ തവള വെള്ളത്തിലും അത് ജീവിക്കും, കരയിലും അത് ജീവിക്കും. അതിനാണെങ്കിലോ കാല് മുറിച്ചു വയ്ക്കുക, ചോര ഒലിക്കും. അപ്പൊ ഒലിക്കുന്ന ചോരയുള്ളതാണ്. എന്നാൽ വെള്ളത്തിൽ മാത്രം ജനിച്ച് വളർന്ന് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതിൽ പെട്ടതല്ല. അങ്ങനെയുള്ള ഞണ്ട് തവള പോലത്തതിന്റെ ശവം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ വീണാൽ അതുകൊണ്ട് ഫയൻജുസു ബിഹിമാ, ഈ ഞണ്ട് തവള പോലെയുടെ ശവം കൊണ്ട് വെള്ളം നജസാവും. അവിടെ പകർച്ച വന്നോളന്നില്ല. ഖിലാഫൻ ലിജംഇൻ, ഏതാനും ചില ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ വ്യത്യാസമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് അവർ പറയുന്നത് എന്താണ്? വെള്ളത്തിൽ തന്നെ ജീവിക്കുന്ന ജീവികളിൽ പെടുത്താവല്ലോ എന്നാ. വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും എന്നതുകൊണ്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി എന്ന് ഒറ്റവാക്കിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുഴത്തമതനുസരിച്ച് അത് വെള്ളത്തിൽ ശവം, തവളയുടെ ശവം അതല്ലെങ്കിൽ ഞണ്ടിന്റെ ശവമൊക്കെ വെള്ളത്തിൽ വീണാൽ അതുകൊണ്ട് വെള്ളം നജസാണെന്ന് വിധി വരും, 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ പകർച്ചയില്ലെങ്കിലും. അതുപോലെ വലാബി മൈത്തത്തിൻ, ഒരു ശവം കൊണ്ടും വെള്ളം നജസാണെന്ന് വിധി വരൂല. എങ്ങനത്തെ ശവമാണ്? വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ആ ജീവി തന്നെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ച് വെള്ളത്തിൽ ജീവിക്കുന്നതാ. അതിന്റെ ശവം കൊണ്ട് വെള്ളം നജസാവൂല. ഇതുപോലെ അലക്കി അട്ട പോലെ, അട്ട ഈ വെള്ളത്തിൽ നിന്നിട്ട് ഉണ്ടാകുന്ന ഒരു തരം പുഴുവാണ്. അത് ചത്ത് വെള്ളത്തിൽ ചത്താൽ പകർച്ച ഒന്നെങ്കിലേ നജസാവുള്ളൂ, അല്ലെങ്കിൽ നജസാവൂല. ഇനി ഇതൊക്കെ ഇപ്പൊ വീണോടത്ത് വലൗതുരിഹ ഫീഹി, ഈ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി ഇടപെട്ടാൽ മൈത്തത്തുൻ മിൻദാലിക, ഈ പറയപ്പെട്ട വെള്ളത്തിൽ ജീവിക്കുന്നതോ അതല്ലെങ്കിൽ ഒലിക്കുന്ന രക്തമില്ലാത്തതോ ആയ ജീവികളുടെ ശവത്തിൽപ്പെട്ട ഒരു ശവത്തെ കൊണ്ടുപോയിട്ടതാണ് വെള്ളത്തിൽ. എന്നാലോ വെള്ളം നജസാവുകയും ചെയ്യും. അതിന്റെ ആവശ്യമില്ലല്ലോ. അതിൽ കിടന്ന് ചത്തതാണ് അല്ലെങ്കിൽ അതിൽ തന്നെ വീണ് ചത്തതാണ്, അതിന് പിന്നെ വെള്ളം നജസാവൂല. അതേ സമയത്ത് ചത്ത ചാവം വെള്ളത്തിൽ എടുത്തിട്ടതാണ്, എന്നാൽ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ വെള്ളം നജസാവുകയും ചെയ്യും. വൈൻകാന താരിഹു ഗൈറ മുകല്ലഫിൻ, ഈ വെള്ളത്തിലേക്ക് ഈ ശവം ഇട്ട വ്യക്തി മുക്കല്ലഫായിക്കൊള്ളുന്നില്ല. മുക്കല്ലഫല്ലാത്തതാണ് ഇപ്പൊ ഒരു കുട്ടിയാണ്, ഭഗത്തിരി വെത്താത്ത ഒരു കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു ശവം വെള്ളത്തേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടിക്ക് തെക്ലീഫ് ഇല്ലെങ്കിലും തെക്ലീഫ് ഉള്ളവരുടെ വർഗത്തിൽപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് എന്നാൽ ഇതൊക്കെ ശവം ഇട്ടാലാണ് അതുകൊണ്ട് വെള്ളം നജസാവെന്ന് പറഞ്ഞു. എന്നാ വലാസറ തറഹിൽ ഹയ്യേ, ജീവനുള്ള ജീവിയെ വെള്ളത്തിലിട്ടു അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ വെള്ളം നജസാവൂല. മുത്തലക്കൻ, അത് മുക്കല്ലഫായ ആളാണെങ്കിലും അല്ലെങ്കിലും വെള്ളത്തിൽ വീണതിന് ശേഷം വെള്ളത്തിൽ നിന്നിട്ട് അത് പിന്നീട് ചത്തുപോയാലും ഇല്ലെങ്കിലും ഏതായാലും അതുകൊണ്ട് വെള്ളം, ഇത്തരത്തിലുള്ള ജീവികളുടെ ശവമാണെങ്കിൽ അത് ജീവനുള്ളതിനെ പിടിച്ചിട്ടു, പക്ഷെ പിടിച്ചിട്ടതിന് ശേഷം അതിലെന്തോ കാരണവശാൽ ചത്തുപോയി. എന്നാൽ അത് മുക്കല്ലഫിട്ടതാണെങ്കിലും അല്ലെങ്കിലും അതുകൊണ്ട് വെള്ളം നജസാവൂല. ചത്തയിട്ടാൽ മുക്കല്ലഫിട്ടാലും
മുക്കല്ലഫിന്റെ വർഗത്തിൽപ്പെട്ടവരിട്ടാലും രണ്ടായാലും നജസാവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നജസ് വീഴലോടുകൂടി തന്നെ നജസാവുന്നതാണല്ലോ നിയമം. എന്നാൽ ഇവിടെ ഒരു ഇളവാ പറയുന്നത്, വഖ്താറ കസീറൂന മിൻ അഇമ്മത്തിന, നമ്മുടെ ഷാഫി മദ്ഹബിലെ ഇമാമുകളിൽപ്പെട്ട ധാരാളം ഇമാമിയങ്ങൾ മുഖ്താറാക്കിയിരിക്കുന്നു. മദ്ഹബ മാലിക്കിൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബിനെ മുഖ്താറാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഷാഫി മദ്ഹബിന്റെ ഉസൂലിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇജ്തിഹാദ് ചെയ്ത് അഭിപ്രായങ്ങൾ രൂപീകരിച്ച് പറയുമ്പോഴാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. അതിന് മദ്ഹബിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. മറിച്ച് ഏത് ഇമാമാണോ പറഞ്ഞത് അയാളുടെ ഖൗല് എന്ന നിലക്ക് പരിഗണിക്കാം എന്നല്ലാതെ ഷാഫി മദ്ഹബ് എന്ന പരിഗണന അതിനില്ല. എന്താണ് ധാരാളം ഇമാമിയങ്ങൾ മുഖ്താറാക്കിയത്? അന്നൽ മാഅ ലാ യൻജുസു മുത്ലഖൻ ഇല്ലാ ബിത്തഗയ്യുരി, വെള്ളം അത് 2 കൊല്ലത്ത് ഉണ്ടാവട്ടെ 2 കൊല്ലത്തിൽ താഴെയാവട്ടെ, ഏതായാലും വെള്ളത്തിൽ നജസ് വീണു എന്നതുകൊണ്ട് മാത്രം വെള്ളം നജസാവുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ലാതെ തഗയ്യുരി, നജസ് കൊണ്ട് വെള്ളം പകർച്ചയാവുമ്പോഴല്ലാതെ. അപ്പൊ 2 കൊല്ലത്ത് തികഞ്ഞ് അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ എല്ലാ മദ്ഹബും അങ്ങനെ തന്നെ. നമ്മളെ മദ്ഹബാണെങ്കിലും മാലിക്കി മദ്ഹബാണെങ്കിലും വെള്ളം പകർച്ചയായെങ്കിൽ തന്നെ നജസാവുള്ളൂ. അതേസമയത്ത് 2 കൊല്ലത്തിൽ താഴെയുള്ളതാണെങ്കിൽ വെള്ളം പകർച്ചയായാലും ഇല്ലെങ്കിലും നജസാവും എന്നാണല്ലോ ഇപ്പൊ നമ്മളെ മദ്ഹബ്. എന്നാൽ ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബ് 2 കൊല്ലത്ത് തികയട്ടെ 2 കൊല്ലത്തിൽ താഴെയുള്ളതാട്ടെ, വെള്ളത്തിന്റെ നിറമോ മണമോ രുചിയോ മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വെള്ളം നജസാവുള്ളൂ. അപ്പൊ ആ കൗലനുസരിച്ച് അമൽ ചെയ്യുന്നവർക്ക് പകർച്ചയില്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാതെ വരും. പക്ഷെ അത് ഷാഫി മദ്ഹബല്ല, ഇമാമിയങ്ങൾ മുഖ്താറാക്കിയ അഭിപ്രായമാണ്. സ്വന്തത്തിന് വേണമെങ്കിൽ അമൽ ചെയ്യാം. ഇനി വൽ ജാരി, മറ്റൊരു മസല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം കറാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ അത് ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ് അനുസരിച്ച് നജസ് വീഴൽ കൊണ്ട് തന്നെ നജസാവും. ഈ മുഖ്താറായ ഖൗലനുസരിച്ച് പകർച്ച വന്നാലേ നജസാവും എന്ന വിഷയത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളവും അതുപോലെ തന്നെ ഒലിക്കുന്ന വെള്ളവും രണ്ടും കണക്കാ. കുറഞ്ഞൊലിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിൽ ഇല്ലാത്തവർക്ക് കുറേശ്ശെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ചെറിയ ആണിത്തോടുകൾ ചോലകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇത് ഒലിച്ചു പോകുന്നതും കെട്ടി നിൽക്കുന്നതും ഒക്കെ കണക്കാ. 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ നജസായാൽ അവിടെ നജസാവും, 2 കൊല്ലത്ത് ഉണ്ടെങ്കിൽ പകർച്ച വന്നെങ്കിലേ നജസാവുള്ളൂ. ഇനി എന്നാൽ ഷാഫി മദ്ഹബിലെ തന്നെ ഫിൽ ഖദീമി, ഖദീമായ ഖൗലിലുണ്ട് ലാ യൻജുസു ഖലീലുഹു ബിലാ തഗയ്യുരിൻ, ഒലിക്കുന്ന വെള്ളം കുറഞ്ഞതാണെങ്കിലും പകർച്ച ഉണ്ടെങ്കിലേ നജസാവുള്ളൂ. അപ്പൊ കെട്ടി നിൽക്കുന്ന വെള്ളവും ഒഴുകുന്ന വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ആണ് ഖദീബ് പറയുന്നത്. കെട്ടിക്കുന്ന വെള്ളമാണെങ്കിൽ 2 കൊല്ലത്തിൽ താഴെയുള്ളത് പകർച്ച വരാഞ്ഞാലും നജസായാൽ തന്നെ നജസാവും. ഒലിക്കുന്ന വെള്ളമാണെങ്കിലോ അത് പകർച്ച വന്നെങ്കിലേ നജസാവുള്ളൂ, ഇല്ലെങ്കിൽ നജസാവൂല എന്നാണ് ഷാഫി മദ്ഹബിലെ തന്നെ ഖദീമായ ഖൗല്. ഇതൊക്കെ ഇളവുകളാ പറയുന്നത്, ഒക്കെ മുഅ്തമദിന്റെ മാറ്റമാണ്, അത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ എന്തിനാണ് അപ്പൊ അത് പറയുന്നതെന്ന് വെച്ചാൽ ചില കുടുങ്ങിയ വിഷമിക്കുന്ന ചില സന്ദർഭത്തിൽ ഈ ഖദീമായ ഖൗലനുസരിച്ചോ അല്ലെങ്കിൽ ഈ മുഖ്താറായ അഭിപ്രായം അനുസരിച്ചോ ഒക്കെ കുടുങ്ങുമ്പം ചിലപ്പോൾ അമൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഷാഫി മദ്ഹബ് എന്ന നിലക്ക് നിയമപരമായ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. ചിലപ്പോ കുടുക്കിന്റെ സമയത്ത് ജായിസാക്കാൻ പറ്റുന്ന ചില പോയിന്റുകൾ ഉണർത്തുന്നു എന്ന് മാത്രം. എന്നാൽ മദ്ഹബ് മാലിക്കിൻ, ഇമാം മാലിക് തങ്ങളുടെ നേരത്തെ പറഞ്ഞ മദ്ഹബ് ഉണ്ടല്ലോ, 2 കൊല്ലത്തുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, കെട്ടി നിൽക്കുന്നതാവട്ടെ ഒഴുകുന്നതാവട്ടെ, പകർച്ച വന്നെങ്കിൽ മാത്രമേ നജസാവൂ എന്ന് പറഞ്ഞ മദ്ഹബിന്റെ പരിധിയിൽ ഇത് വരികയും ചെയ്യും. അപ്പൊ ഷാഫി മദ്ഹബിന്റെ ഖദീമായ ഖൗല് ഒലിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് മാലിക്കി മദ്ഹബിന് അനുകൂലമായി കൊണ്ടുള്ള അഭിപ്രായമായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖദീമായ ഖൗല്.
ഇവിടെ ഈ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒലിക്കുന്ന വെള്ളമാണെങ്കിൽ ഖദീം അനുസരിച്ച് പകർച്ചുണ്ടെങ്കിലേ നസാവുള്ളൂ, ഇല്ലെങ്കിൽ നസാവില്ലാന്ന് പറഞ്ഞല്ലോ. അവിടെ ഇമാം മാലിക് നബവി തങ്ങൾ പറയാണ് മജ്മുഅയില്, സവാഉൻ കാനത്തിൻ നജാസത്തു മായിഅത്തൻ ഔ ജാമിദത്തൻ, ഈ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ, ഒലിച്ചു പോകുന്ന വെള്ളത്തിൽ വീണ നജസ് നീരായതാവട്ടെ ഉറച്ചതാവട്ടെ രണ്ടായാലും ഖദീം അനുസരിച്ച്, അതുപോലെ തന്നെ മാലിക്കി മദ്ഹബ് അനുസരിച്ചും പകർച്ച വന്നെങ്കിൽ മാത്രമേ നസാവൂ, ഇല്ലെങ്കിൽ നസാവൂല. ഇനി ഇപ്പൊ 2 കാര്യം നമ്മൾ കുറച്ചു. 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിൽ നജസ് വീണത് കൊണ്ട് മാത്രം വെള്ളം നജസാവൂല. എന്നാൽ നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെട്ടാൽ വെള്ളം നജസാവും. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ നജസ് വീഴുന്നത് കൊണ്ട് തന്നെ നജസാവും, പകർച്ചയായാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ പകർച്ചയായിട്ട് 2 കൊല്ലത്തിലധികമുള്ള വെള്ളം നജസാകുകയോ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം പകർച്ചയായിട്ടോ ആകാഞ്ഞിട്ടോ നജസാണെന്ന് വിധി വരികയോ ചെയ്താൽ ഇനി ഈ വെള്ളം എങ്ങനെ ശുദ്ധിയാവും? അതാ ഇനി പറയാനുള്ളത്. വൽമാഉൽ ഖലീലു, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഇദാ തനജ്ജസ, അത് നജസായി തീർന്നാൽ, വെള്ളം വീഴൽ കൊണ്ട് തന്നെ നജസാവുമല്ലോ, അങ്ങനെ നജസായി തീർന്നാൽ ഇനി അത് ശുദ്ധിയാകുന്നത് യത്ഹുറു, ആ വെള്ളം തഹൂറാവും, ബിബുലൂഗിഹി ഖുല്ലത്തൈനി, 2 കൊല്ലത്ത് തികയൽ കൊണ്ട്. 2 കൊല്ലത്തിൽ താഴെയുള്ളത് കൊണ്ടാണല്ലോ പകർച്ച ഇല്ലാഞ്ഞിട്ട് പോലും അത് നജസാണെന്ന് വിധി വന്നത്. ഇനി അത് ശുദ്ധിയാക്കാനുള്ള മാർഗം 2 കൊല്ലത്ത് തികയ. ഈ 2 കൊല്ലത്ത് തേക്കുന്നവരെ മുമ്പിമായി മുത്തനജിസിന് ഇതുപോലത്തെ വേറെ മുത്തനജിസായ വെള്ളമാണ്. ഇപ്പൊ ഉദാഹരണം, 2 പാത്രത്തിലായിട്ട് ഒരു പാത്രത്തിൽ 1 കൊല്ലത്ത് വെള്ളമുണ്ട്, വേറൊരു പാത്രത്തിൽ 1 കൊല്ലത്ത് വെള്ളമുണ്ട്, രണ്ടും മുത്തനജിസാണ്, പകർച്ചയൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ 2 പാത്രത്തിലുള്ള വെള്ളം കൂടി ഒരു പാത്രത്തിലാണ് ചേർത്തു, അങ്ങനെ 2 കൊല്ലത്ത് തേഞ്ഞു. ഇപ്പൊ പകർച്ചയൊന്നും ഇല്ലെങ്കിൽ പൊഹൂറായി. സംഗതി ഓരോന്ന് 2 മുത്തനജിസായിരുന്നു. ഇപ്പൊ 2 കൂടി കൂട്ടിയപ്പോ 2 കൊല്ലത്ത് തേഞ്ഞു, പകർച്ചയില്ല, എന്നാ 2ഉം പൊഹൂറ. അതാ ഈ നജസ് കൊണ്ട് പകർച്ചൊന്നുമില്ല, അങ്ങനെ മുത്തനജിസായ വെള്ളം തന്നെ കൂട്ടി ഒരു 100 ലിറ്റർ വെള്ളം ഉണ്ടായിനി ഒരു പാത്രത്തില്, 50 ലിറ്റർ വേറൊരു പാത്രത്തിലും 50 ലിറ്റർ വേറൊരു പാത്രത്തിലും, അങ്ങനെ 200 ലിറ്റർ വെള്ളമുണ്ട്. ഇതെല്ലാം മുത്തനജിസാ. എന്നാൽ ഇത് 3ഉം കൂടി ഒരു പാത്രത്തിൽ പാർന്നു നോക്കുമ്പോൾ 200 ലിറ്ററായി. നോക്കുമ്പോൾ നിറത്തിന് മാറ്റില്ല, വാസനക്ക് മാറ്റില്ല, രുചിക്ക് മാറ്റില്ല. എന്നാ പിന്നെ ഇപ്പൊ ഒക്കെ തൊഹൂറായി. മുമ്പ് എല്ലാം മുത്തനജിസായിരുന്നു, ഇപ്പൊ കൂട്ടിച്ചേർന്നപ്പോ പകർച്ചയില്ലെങ്കിൽ ഒക്കെ തൊഹൂറായി. അതാണ് ഇപ്പൊ അതിന്റെ ഒരു മാർഗം. ഇനി വൽ കസീറു, അധികരിച്ച 2 കൊല്ലത്തോ അതിൽ കൂടുതലുള്ള വെള്ളം പകർച്ച ഉണ്ടെങ്കിലാണല്ലോ നജസാവുക. അത് ശുദ്ധിയാകല് യത്ഹുറു, അത് ശുദ്ധിയാവും ബിസവാലി തഗയ്യുരിഹി, അതിനുണ്ടായിരുന്ന ആ പകർച്ച സ്വയം നീങ്ങിപ്പോയി. ബിനഫ്സിഹ, സ്വയം നീങ്ങിപ്പോയിട്ടോ, ഔ ബിമാഇൻ സീദ അലൈഹി, അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ വെള്ളം പാർന്നിട്ട് അതിനെ അധികരിപ്പിച്ചു. ഉദാഹരണം, എന്തോ സാധനം വീണിട്ട് വാസന മാറിയിരുന്നു, അല്ലെങ്കിൽ നിറം മാറിയിരുന്നു, അങ്ങനെ ആ വെള്ളം കോരാതെ ഒരു ആഴ്ച അവിടെ വെച്ചു. ഇപ്പൊ അതിന്റെ നിറവും മണവും ഒക്കെ പോയി പഴയ ശുദ്ധ വെള്ളത്തിന്റെ കോലായി. അപ്പൊ കുഴപ്പമില്ല. ഇനി അങ്ങനെയല്ല, ആദ്യം ഒരു 200 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ ഉണ്ടായത്, അത് നജസായത് കൊണ്ട് എന്തായി, നിറം മാറിയിരുന്നു, അല്ലെങ്കിൽ വാസന മാറിയിരുന്നു. അതിക്കൊരു 100 ലിറ്റർ വെള്ളം കൂടി കൊണ്ടുവന്ന് ഒഴിച്ചു, ഇപ്പൊ 300 ലിറ്ററായി. ഇപ്പൊ നോക്കുമ്പോൾ നിറമാറ്റോ വാസന മാറ്റോ ഒന്നുമില്ല, എന്നാലും മതി. അപ്പോ ഉള്ള 2 കൊല്ലത്തേക്ക് കുറെ കൂടി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും കൂട്ടാതെ തന്നാലെ പകർച്ച നീങ്ങുകയോ ചെയ്ത്. ഇനി അതല്ലെങ്കിൽ നൊക്കസാൻഹു, കുറെയാണ് കോരി വെച്ചു. ഉദാഹരണം, ഒരു കിണറ്റിന് നജസായിരുന്നു, വെള്ളത്തിന്റെ നിറം മാറിയിരുന്നു, അല്ലെങ്കിൽ വാസന മാറിയിരുന്നു, ഒരുപാട് കൊല്ലത്തുണ്ട്. അതിൽ നിന്ന് കുറെയാണ് കോരി വെച്ചു. നോക്കുമ്പോൾ ബാക്കിയുള്ള 2 കൊല്ലത്തൊക്കെ എമ്പാടും ഉണ്ടാണോ, വാസന നിറവൊന്നുമില്ല, മാറ്റില്ല, എന്നാ അവന് ശുദ്ധിയായി. അപ്പൊ ഒന്നിരിക്കൽ തന്നെ പകർച്ച നീങ്ങി, അതല്ലെങ്കിൽ വേറെ വെള്ളം ഒഴിച്ചിട്ട് പകർച്ച നീങ്ങി, അതല്ലെങ്കിൽ ഇതിൽ നിന്നിട്ട് വെള്ളം കുറെ കോരി ഒഴിവാക്കിയിട്ട് പകർച്ച നീങ്ങി. എങ്ങനെ പകർച്ച നീങ്ങിയാലും കാനൽ ബാക്കി കസീറൻ, ഈ കോരി ഒഴിക്കണോർത്ത് ബാക്കി കിണറ്റിലുള്ള വെള്ളം 2 കൊല്ലത്ത് കുറയാൻ പാടില്ല. അങ്ങനെ വന്നാൽ പകർച്ച നീങ്ങുന്നത് കൊണ്ട് നജസാകും. അപ്പൊ 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം 2 കൊല്ലത്ത് തികയുകയും പകർച്ചയില്ലാതെ വരികയും ചെയ്താൽ ശുദ്ധിയാവും. 2 കൊല്ലത്തോ അതിൽ കൂടുതലുള്ളതാണെങ്കിൽ സ്വയം പകർച്ച നീങ്ങൽ കൊണ്ടോ, അതല്ലെങ്കിൽ വേറെ വെള്ളം ഒഴിച്ചിട്ട് പകർച്ച നീങ്ങൽ കൊണ്ടോ, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറെ കോരി ഒഴിവാക്കുകയും ബാക്കിയുള്ളത് 2 കൊല്ലത്ത് തയ്ച്ചുണ്ടാവുകയും ചെയ്യുമ്പോൾ പകർച്ച നീങ്ങൽ കൊണ്ടോ വെള്ളം
തൊഹൂറാണ് എന്ന് വരും. ഇപ്പോ വുദൂഇന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്താണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത്, വെള്ളം തൊഹൂറായിരിക്കുക. ഈ തൊഹൂറാകുക എന്ന് പറയുമെങ്കിൽ മാവ് മുത്തലക്കാവണം. അതിന് മാറ്റം വരല് മുത്തനജിസാവുകയോ മുസ്താമലാവുകയോ ചെയ്യുമ്പോഴാണ് എന്നാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഷർത്ത് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ദർസുകളിൽ റബ്ബ് തൗഫീഖ് ചെയ്താൽ നമുക്ക് കാണാം. അല്ലാഹു തആല നാഫിയായ ഇൽമു തന്നുകൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളായ നമ്മുടെ നേതാക്കന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അവര് കാണിച്ചും പഠിപ്പിച്ചും നിർദ്ദേശിച്ചും തരുന്ന മാർഗം പിന്തുടർന്ന് ജീവിച്ച് അവർ കാണിച്ചു തരുന്ന മാർഗത്തിന് വേണ്ടി സേവനം ചെയ്ത് ജീവിച്ച് മരിച്ച് അവരോടൊന്നിച്ച് സ്വർഗം പോകാൻ ഇതൊക്കെ അല്ലാഹു തആല കാരണമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. മഹാന്മാരായ ഇമാമിയങ്ങളുടെയും ഉസ്താദന്മാരുടെയും ഒക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇൽമിലും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്ത് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി നമുക്ക് കുറച്ച് സമയം സംശയ നിവാരണത്തിന് ഉപയോഗപ്പെടുത്താം. അല്ലാഹു തആല തൗഫീഖും കബൂലും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.